അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഇലക്ഷൻ കഴിഞ്ഞു. ഒരു ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. ഭരണം മാറിയതൊക്കെ കൊള്ളാം. ജനങ്ങൾക്ക് കൊടുത്ത ഓഫർ കൃത്യമായും ചെയ്യുക. 1000 രൂപ ഓൾഡ് ഏജ് പീപ്പിൾസിന് മന്ത്ലി പെൻഷൻ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് കൃത്യമായി കൊടുക്കുക. ഇറങ്ങാൻ സമയത്തേക്ക് മാറ്റിവെക്കില്ലേ, 30 ദിവസത്തിനകത്ത് കൊടുക്കാമെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ 30 ദിവസത്തിനകത്ത് കൊടുക്കുക. സ്ത്രീകൾക്ക് വാഹന സൗകര്യം, യാത്ര സൗകര്യം ഫ്രീ ആയിട്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്നല്ല. അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് എവിടെ വേണോ വാഹനത്തിൽ, ബസ്സിൽ, നമ്മുടെ KSRTC ബസ് അതായിരിക്കും ഉദ്ദേശിച്ചത്. KSRTC ബസ് എവിടം വരെ പോകുമോ, കേരളത്തിൽ ഏതൊരു സ്റ്റേറ്റിലായാലും KSRTC ബസ് പോകുന്ന അത്രയും ദൂരം അവർ ആവശ്യങ്ങൾക്കായിക്കോട്ടെ, ആവശ്യമില്ലാതായിട്ട്, വിനോദത്തിനായിക്കോട്ടെ, എങ്ങനെയായാലും സ്ത്രീകൾക്ക് നിങ്ങൾ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെയും പുരുഷന്മാരുടെയും കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. അത് നിങ്ങൾ കൃത്യമായും ചെയ്യുക. അതിൽ ഒരു ചതിയോ വഞ്ചനയോ വരാൻ പാടില്ല. അതിനകത്ത് നിങ്ങളൊരു വക്രബുദ്ധി ഉപയോഗിക്കുകയും ചെയ്യരുത്. അത് ശരിക്കും നിങ്ങളെ ബാധിക്കും. നിങ്ങളങ്ങനെ പറ്റിച്ചു നിന്നാൽ നിങ്ങൾക്ക് തന്നെ ഒരു അവസരം കിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ കാലാവധി തികയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ടി വരും. വാക്കുകൾ പാലിക്കുക, കൃത്യമായി ചെയ്യുക. നിങ്ങൾ മന്ത്രിമാരും MLA മാരും ശമ്പളം എടുക്കുന്നുണ്ട്. കൃത്യമായും ജനങ്ങൾക്ക് വേണ്ടി സേവ ചെയ്യുക. ബുദ്ധിപൂർവ്വം ആലോചിച്ച് എന്താ വേണ്ടതെന്ന് ചെയ്യുക. അതേപോലെ ശമ്പളങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ കൃത്യമായി ചെയ്യുക. അതല്ലെങ്കിൽ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്, ബോധമുള്ളവരാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലായത് ഇപ്പോൾ ഇറങ്ങിപ്പോയവർക്കാണ്, അല്ലെങ്കിൽ പോകുന്നവർക്കാണ്. അവർക്ക് കൃത്യമായി മനസ്സിലായി. പറ്റിക്കാൻ പറ്റില്ല, ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഗവൺമെൻറ് 2500 രൂപ കൊടുക്കാമെന്ന് ഓഫർ ചെയ്താണ് ഗവൺമെൻറ് രൂപീകരിച്ചത്. പക്ഷെ അവർ എന്ത് ചെയ്തു? 4 വർഷം തള്ളിവിട്ടിട്ട് 4 വർഷം തള്ളിവിട്ടിട്ട് അവർ 2000 രൂപ കഷ്ടിച്ച് കൊണ്ടാക്കി. 2500 കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ വിചാരിച്ചത് 1 മാസമോ 2 മാസം ആകുമ്പോൾ കൊടുക്കും എന്നാണ്. പക്ഷെ അവർ 4 വർഷം കഴിഞ്ഞ് ശേഷമാണ് അവർ 2000 ആക്കിയത്. 2500 കൊടുത്തില്ല. ഒരു 80 വയസ്സായ 80-90 അടുപ്പിച്ച് വരുന്ന ഒരാൾ ഇവിടെ വരും, ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത്. പുള്ളി വളരെ ആകാംക്ഷയോട് സംസാരിക്കാറുണ്ട് ആ കിട്ടുന്ന തുകയെക്കുറിച്ച്. അതുകൊണ്ടുമാണ് എല്ലാം അറിയാം. പുള്ളിയുടെ ഭാര്യ മരിച്ചുപോയി, പുള്ളി മാത്രമാണുള്ളത്. ആ വരുമാനമാണ് പുള്ളി. എല്ലാ ദിവസവും അതിനെയും കാത്തിരിക്കുകയാണ്, പ്രതീക്ഷയോടെ കാത്തിരിക്കും. അങ്ങനെയുള്ളവരാണ്. ഇനി നിങ്ങൾ ഇതിനിടയ്ക്ക് വേറെ വക്രബുദ്ധി ഉപയോഗിച്ച് വീടുണ്ട്, കൂടുണ്ട് എന്നൊന്നും പറഞ്ഞ്, അതല്ലെങ്കിൽ അവർക്ക് സൈക്കിളുണ്ട്, സ്കൂട്ടറുണ്ട്, അതൊന്നും പറയണ്ട. അവരുടെ കഴിവുള്ള കാലത്ത്, അധ്വാനിക്കാൻ കഴിവുണ്ടായിരുന്ന കാലത്ത് അവരത് സമ്പാദിച്ചു വെച്ചു. 60 വയസ്സ് കഴിയുമ്പോൾ അതൊക്കെ മക്കൾക്കാണ്, അവർക്കല്ല. 60 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് വാഹനം ഓടിക്കാൻ പറ്റില്ല, കണ്ണ് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നില്ല. അപ്പോൾ ആലോചിച്ച് പാത്ത് ജനങ്ങളെ പറ്റിക്കാമെന്നുള്ള ചിന്താഗതി മാറ്റി വെച്ചിട്ട് ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. നിങ്ങൾക്ക് ഭരണം നടത്താൻ കഴിയും. ജാതി മത ചിന്തകൾക്ക് വിപരീതമായി മതങ്ങൾക്കും ദൈവങ്ങൾക്കും സ്ഥാനം കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും.
ഇനി മറ്റൊരു വീഡിയോയിൽ പിന്നെ വരാം. ബൈ.